ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പപ്പായ കൊണ്ടുള്ള ഒരു അച്ചാറാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഏകദേശം മാങ്ങാച്ചാറിൻ്റെ പോലെയൊക്കെയുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചപ്പപ്പായ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുരും തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കനലില്ലാണ്ട് ചെറിയ പീസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇത് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കടുകും ഉലുവയൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം. കൂടുതൽ എരിവ് വേണമെങ്കിൽ 2 പച്ചമുളക് വരെ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ നല്ലൊരു മണമാണ് കേട്ടോ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളർ കിട്ടും, എന്നാട്ട് അധികം എരിവും ഉണ്ടാവില്ല. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കണമെന്ന് വെച്ചെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി അധികം വേണ്ട കേട്ടോ, അല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അച്ചാറിനൊരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. എന്നാൽ വല്ലാതെ ചൂടുള്ള വെള്ളം വേണ്ട, ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, അധികം തിളപ്പിക്കരുത്. അധികം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വെന്താകെ കുഴഞ്ഞു പോകും. ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഇരുന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വെന്തോളൂ. ഈ ചൂടിലിരുന്നിട്ട് തന്നെ ഇത് പാകത്തിന് വെന്തോളും. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാങ്ങേനെയൊക്കെ അപേക്ഷിച്ചിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയ്ക്കൊക്കെ പുളിയുണ്ട്. ഇത് പപ്പായയ്ക്ക് പുളി ഇല്ലാത്തത് കൊണ്ട് ഒരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ പുളിയും ഉപ്പും എരിവും ഒക്കെ നോക്കട്ടെ കേട്ടോ. എല്ലാം കറക്റ്റാണ്. പാകത്തിന് പുളി, പാകത്തിന് എരിവ്, കായത്തിൻ്റെ ഉലുവയുടെയൊക്കെ നല്ല മണമുണ്ട്. നല്ല അടിപൊളി അച്ചാറായിട്ടുണ്ട്. ഏകദേശം ഒരു മാങ്ങാച്ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അച്ചാർ ഇതാ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. കുപ്പിയിലാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുപ്പിയിൽ ഒട്ടും വെള്ളം നനവൊന്നും പാടില്ല. നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കിയിട്ടുള്ള കുപ്പിയിൽ വേണം നമ്മളിത് എടുത്ത് വയ്ക്കാൻ. അതുപോലെ നമ്മൾ എടുക്കണ സ്പൂണുകളൊക്കെ എപ്പോഴും നന്നായി തുടച്ച് ഒട്ടും വെള്ളമയമില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഈ അച്ചാർ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ കുറേ കാലമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. പിന്നെ അതേപോലെ കുറച്ചൊരു ചെറിയ കുപ്പിയിലാക്കി വെച്ചിട്ട് ദിവസം ഉപയോഗിക്കേണ്ടത് അങ്ങനെ വയ്ക്കുക. ബാക്കിയുള്ളത് വലിയൊരു കുപ്പിയിലാക്കി വയ്ക്കുക. അപ്പോൾ കുറേ കാലം കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. നല്ലൊരു അച്ചാറാണ്. പപ്പായ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബെല്ലൈക്കൺ ഓണാക്കിയതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.